സിനിമാ ടിക്കറ്റ് നിരക്ക് പുനഃപരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ടെന്നും സർക്കാർ സത്യവാങ്മൂലം. സിനിമാ ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കണമെന്ന പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട്? സ്വാതി, ഈ സിനിമാ ടിക്കറ്റിൻ്റെ നിരക്ക് നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് കോട്ടയം സ്വദേശി നൽകിയ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. സിനിമാ ടിക്കറ്റ് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി പഠനം നടത്താൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് സർക്കാർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇതിൽ നിലപാട് തേടിയിട്ടുണ്ടായിരുന്നത്. സിനിമ റെഗുലേഷൻ ആക്ട് ചട്ടപ്രകാരം ഇത്തരത്തിൽ ഈ സിനിമയുടെ ടിക്കറ്റിൻ്റെ നിരക്ക് നിയന്ത്രിക്കണം എന്നൊരാവശ്യമായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നത്. ചില സിനിമകൾക്ക് കൂടുതൽ ചില അവധി ദിവസങ്ങൾ, അതോടൊപ്പം തന്നെ റിലീസിംഗ് ദിവസം അടക്കമുള്ള ദിവസങ്ങളിൽ നിരക്ക് വലിയ തോതിൽ ഒരു നിയന്ത്രണവുമില്ലാതെ വർദ്ധിപ്പിക്കുകയും ആ രീതിയിൽ കൃത്യമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഹർജി എന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നിയന്ത്രണമുണ്ട്. കേരളത്തിൽ ഈ ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കുന്നില്ല എന്നതായിരുന്നു ആക്ഷേപം. ഇത് സംബന്ധിച്ചാണ് സംസ്ഥാന സർക്കാരിനോട് കോടതി നിലപാട് തേടിയത്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പഠനം നടത്താൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കൂടുതൽ പഠനം ഇതിൽ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് സർക്കാർ കോടതിയെ അറിയിക്കും. ശരി ഷബ്ന, സിനിമാ ടിക്കറ്റ് നിരക്ക് പുനഃപരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചതായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്.